പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിൻ്റെ മത്തായി സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 15 മുതൽ താഴോട്ടുള്ള വേദഭാഗങ്ങളാണ് ഇന്ന് ചിന്തയ്ക്ക് നമുക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. ഇങ്ങനെ വായിക്കുന്നു: കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവീൻ. അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു. അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. അവിടെ ഫലങ്ങളാൽ തങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളിൽ നിന്ന് മുന്തിരിപ്പഴവും നെരിഞ്ഞിലുകളിൽ നിന്നും അത്തിപ്പഴവും പറിക്കുമോ? കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ വായിച്ച വേദഭാഗത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ പ്രസ്താവന, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, ആടുകളുടെ വേഷം പൂണ്ട് വരുന്നു എന്ന ഈ പ്രസ്താവന ശിഷ്യന്മാരെ സംബന്ധിച്ച് വലിയ ഉത്കണ്ഠ ഉളവാക്കാൻ സാധ്യതകളേറെയുള്ള വചനങ്ങളാണ് ഇവിടെ കർത്താവ് യേശു ക്രിസ്തു അവരോട് പറഞ്ഞത്. സ്വന്തം അയൽക്കാരനെ ശരിക്കും അറിയാവുന്നത് ആർക്കാണ്? കളവും അതുപോലെ വഞ്ചനയും നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ശിഷ്യന്മാരെ ബോധിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ലോകവും സഭയും തമ്മിലുള്ള വലിയ ഒരു വേർതിരിവ് ഇവിടെ പൂർണ്ണമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. യേശുവിൻ്റെ വചനം സഭയിലേക്ക് ശക്തമായി പ്രവേശിച്ച് അതിൻ്റെ വിധി തീർപ്പുണ്ടാക്കുന്ന ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. നിരന്തരമായി പുതുക്കപ്പെടേണ്ടതാണ് നമ്മുടെ ഇംഗിതം എന്ന് ഇവിടെ ഉറപ്പാക്കുകയാണ്. ലാഘവത്തോടെയുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ അപകടമായി മാറുകയും ലോകത്തിൽ നിന്ന് വഴുതുമാറി ഒരു ചെറിയ കൂട്ടമായി കഴിയാമെന്ന നമ്മുടെ മിഥ്യാധാരണകൾ, സങ്കല്പങ്ങളെല്ലാം തകർത്തെറിയുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. കാരണം നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കുന്ന ചില പ്രവാചകന്മാർ, കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കുമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്. അതിൻ്റെ ഫലമുണ്ടാകുന്ന ചിന്താകുഴപ്പം എന്താകുന്നു? അവരെ കൂടുതൽ ഏകാന്തതായിരിക്കും. ഒരു സഭാംഗത്തെ പോലെ തോന്നിപ്പിക്കുന്ന ഒരുവൻ ഇതാ എൻ്റെ സമീപം നിൽക്കുന്നു. അയാൾ ഒരു പ്രവാചകനും പ്രസംഗിയനുമാണ്. കണ്ടാൽ ഒരു ക്രിസ്ത്യാനിയെ പോലെ ഉണ്ട്. അയാളുടെ സംസാരവും പ്രവൃത്തിയും ഒക്കെ അതുപോലെയാണ്. എന്നാൽ നിഗൂഢമായി പ്രവർത്തിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തിയാണ് ശിഷ്യഗണത്തിൻ്റെ മധ്യത്തിലേക്ക് ആടുകളുടെ വേഷം പൂണ്ട് ചെന്നായുടെ സ്വഭാവത്തോടു കൂടി ഇറങ്ങി വരുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല. ഉള്ളിൽ അയാളുടെ സ്വഭാവം എന്ന് പറയുന്നത് കടിച്ചു കീറുന്ന ചെന്നായാണ്. അയാളുടെ വാക്കുകളിൽ കളവും ചെയ്തികളിൽ വഞ്ചനയും ഒളിഞ്ഞിരിപ്പുണ്ട്. തൻ്റെ ഈ രഹസ്യത്തെ രഹസ്യമായി സൂക്ഷിക്കുവാനും ചെയ്തികളിൽ തടസ്സം കൂടാതെ മുന്നോട്ട് നീങ്ങുവാനും നല്ലവണ്ണം അയാൾക്കറിയാം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമല്ല, പിശാചാണ് അയാളെ നയിക്കുന്നത് എന്ന് പിന്നീടുള്ള സംഭവങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഒരുപക്ഷെ അയാളുടെ ബുദ്ധിയും പ്രവചനപരമായ മേന്മകളും കൊണ്ട് അധികാരവും സമ്പത്തും പ്രസിദ്ധിയും നേടണമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരിക്കാം. അയാളുടെ ഈ ലോകത്തിലെ മോഹങ്ങൾ അധിഷ്ഠിതമായിരിക്കുന്നത് യേശു ക്രിസ്തുവിലല്ല, മറിച്ച് വിശ്വസിപ്പാൻ കൊള്ളാവുന്നവരാണ് ക്രിസ്ത്യാനികളെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ള അയാൾ ക്രിസ്തീയ ഭക്തിയുടെ കറുത്ത വസ്ത്രത്തിനിടയിൽ തൻ്റെ ഇരുണ്ട ലക്ഷ്യങ്ങളെ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് നമുക്കിവിടെ ദർശിപ്പാൻ തക്കവണ്ണം ഇടയായി മാറും. ആകർഷകമായ പ്രചണ്ഡവേഷം ധരിച്ചുകൊണ്ട് ആരും കണ്ടാൽ മോഹിക്കത്തക്ക നിലയിൽ, കേൾക്കത്തക്ക നിലയിൽ കർണരസകരമായി പ്രസംഗിക്കുകയും ആരെയും വിധിക്കുവാൻ പാടില്ല എന്ന വിലക്ക് ക്രിസ്ത്യാനികൾക്ക് ഉണ്ട്. എങ്കിലും അതിൻ്റെ പിന്നിൽ ഈ കൂട്ടരെ തമ്പുരാൻ പറയുകയാണ്, എങ്ങനെയാണ് ഇവരെ ഒന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്? ദൈവം പറയുന്നു, ഈ കൂട്ടരെ തിരിച്ചറിയാൻ കഴിയുന്നതിൻ്റെ ഏകമാർഗം ഫലം കൊണ്ടേ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. എന്തൊക്കെയായിരുന്നാലും മറ്റു മനുഷ്യരുടെ ഹൃദയം ഒരടഞ്ഞ പുസ്തകം തന്നെയാണ്. അയാൾ അങ്ങനെ അനേകരുടെ ഹൃദയങ്ങളെ ശരിയായ പാത വിട്ട് മാറ്റുന്നതിനും വശീകരിച്ചു കളയുന്നതിനും ഇടയാകും. താൻ എന്തു ചെയ്യുന്നു എന്ന ശരിയായ ബോധം അയാൾക്ക് തന്നെ ചിലപ്പോൾ ഉണ്ടാവുകയില്ല. ആവശ്യമായ എല്ലാ പ്രോത്സാഹനവും പിശാച് അയാൾക്ക് നൽകിക്കൊണ്ടിരിക്കും. എന്നാൽ അതേസമയം അയാളുടെ ലക്ഷ്യങ്ങളെപ്പറ്റി അജ്ഞതയിൽ അയാളെ പിശാച് തള്ളിയിടുകയും ചെയ്യും. ഇങ്ങനെ പിശാച് കരങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി ചെന്നായിയുടെ സ്വഭാവവും ആടിൻ്റെ വേഷം ധരിച്ച് കയറുന്നവരെ ദൈവജനം തിരിച്ചറിഞ്ഞ് അവരെ
പ്രോത്സാഹിപ്പിക്കാതിരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. ഫലം കൊണ്ട് അവരെ അറിയാം. നമുക്കറിയാം, ഏതൊരു വ്യക്തിയാണെങ്കിൽ അധികം നാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ ഒരു നാൾ പിടിക്കപ്പെടും എന്ന് നമുക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ അധികം നാൾ ഇക്കൂട്ടർക്കൊന്നും ആയുസില്ല, ഒരു നാൾ ഇവരെ പിടിക്കപ്പെടും. എവിടെ കപടഭക്തി വെളിയിൽ വരും, എവിടെ തികഞ്ഞ സ്വഭാവങ്ങൾ വെളിയിൽ വരുവാനിടയായി മാറും. അതുകൊണ്ട് ഏക മാർഗമെന്ന് പറയുന്നത് ഈ കൂട്ടരുടെ സ്വഭാവത്തെ തിരിച്ചറിയുക എന്നുള്ള വിവേചന ബുദ്ധി നേടുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് അറിയണം എന്ന് ഓർപ്പിക്കുകയാണ്. ഞാൻ ഈ വേദഭാഗം നിങ്ങളോട് പറയുമ്പോൾ നമ്മളെ ചതിക്കുന്ന, നമ്മളെ വഞ്ചിക്കുന്ന, നമ്മളെ സമ്പത്തിനെ കവർന്നു കളയുന്ന ഇങ്ങനെയുള്ള ദുഷ്ടന്മാരെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോയില്ല എങ്കിൽ വലിയ ചതിക്കുഴികളിൽ പെടുവാൻ സാധ്യതകൾ ഏറെയാണെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഇതിനൊന്നും നമുക്ക് അവിടുന്ന് പരിപൂർണമായി ലോകത്തിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മാറ്റുവാൻ കഴിയുന്നതല്ല. എന്നാൽ ദുഃഖത്തിൻ്റെ നടുവിലും ആശ്വാസവും പ്രതികൂലങ്ങളുടെ നടുവിലുള്ള വിടുതലും നമുക്ക് ലഭിക്കാൻ കഴിയണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ എന്ന് പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക. ഏറ്റവും വലിയ പ്രവാചകൻ യേശുക്രിസ്തുവാണ്, ദൈവവചനമാണ്. അത് വായിക്കുക, ധ്യാനിക്കുക, വിടുതൽ നേടുക. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.